ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. മലബാർ ടീംസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബ്രെഡ് സ്നാക്ക്, ബ്രെഡ് ക്യാൻഡി എന്ന് പറയും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 ബ്രെഡ്, അതുപോലെ ഒരു ടീസ്പൂൺ ബട്ടർ, ഒരു 3 ടീസ്പൂൺ പഞ്ചസാര, 4 ടീസ്പൂൺ പാല്, 1 ടീസ്പൂൺ വെള്ളം. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. നമ്മൾ ആദ്യം ബ്രെഡ് വളരെ ചെറുതാക്കി കട്ട് ചെയ്യുക. ഒരു ക്യൂബായിട്ട് വളരെ ചെറുതാക്കി കട്ട് ചെയ്യുക. ഓക്കെ, ബ്രെഡ് വളരെ ചെറുതാക്കി കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ബട്ടറോ അല്ലെങ്കിൽ എണ്ണയൊന്നും ഉപയോഗിക്കണ്ട, ജസ്റ്റ് ഫ്രീ റോസ്റ്റ് ചെയ്താൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത് നമുക്ക് അതിലേക്കുള്ള കരാമൽ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര, നമ്മളെടുത്ത് വെച്ച പഞ്ചസാര ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെള്ളം അതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ലോ മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇളക്കൊന്നും വേണ്ട, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന കളറായിട്ടുണ്ട്, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ 4 ടീസ്പൂൺ പാലും അതിലേക്ക് ആഡ് ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇളക്കിക്കൊണ്ട് വെക്കണം. സ്റ്റോപ്പ് ചെയ്യരുത്, കാരണം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കാനും അതുപോലെ തന്നെ കരിയാനൊക്കെ സാധ്യതയുണ്ട്. കണ്ടിന്യൂ ആയിട്ട് ഇളക്കുക. ഏകദേശം ഒരു ലൈറ്റ് റെഡ് കളർ ആകുന്നവരെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ബ്രെഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴൊന്നും ഫ്ലെയിം ഓഫ് ചെയ്യരുത്, ഫ്ലെയിം ഓണിൽ തന്നെ വെച്ചിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യേണ്ടത്. അപ്പോഴേ ശരിക്കും നമ്മൾ ആ ബ്രെഡിൽ അത് കോട്ട് ചെയ്യുള്ളൂ, മറ്റേത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും, ആ സിറപ്പ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് മിക്സ് ചെയ്യുക. ഇത് ചെറിയ പീസ് ആകുമ്പോഴാണ് ശരിക്കും എല്ലായിടത്തും കോട്ട് ചെയ്യുക, അതുകൊണ്ടാണ് വളരെ ചെറിയ പീസ് ആക്കണമെന്ന് പറയാൻ കാരണം. ഓക്കെ, നമ്മളെ കാരമൽ കാൻഡി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, എങ്കിൽ ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല കറുമുറുന്നുകൊണ്ട് കഴിക്കാൻ പറ്റും, നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഏതായാലും നിങ്ങൾ ട്രൈ ചെയ്യുക, നമ്മളെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന റൈറ്റാണ്. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.